ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. IPL-ലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ടീമുകൾ തമ്മിലുള്ള പോരാട്ടം, IPL-ന്റെ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പോരാട്ടം, ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. ഈ രണ്ട് ടീമുകളും രണ്ട് ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ടീമുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് ഒരു എക്സ്പ്ലോസീവ് സൈഡാണ്. അതുമാത്രമല്ല, ഒരുപാട് യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവർ അതിന് ഉദാഹരണങ്ങളാണ്. അവരുടെ ടാലന്റ് സ്കൗട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത്രയും മികച്ചതാണ്. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് താരങ്ങളുടെ പ്രായമോ ഫോമോ ഒന്നും ഒരു പ്രശ്നമല്ല. അവരുടെ പ്ലേയേഴ്സിൽ നിന്ന് എങ്ങനെ മാക്സിമം ഔട്ട്പുട്ട് എടുക്കണമെന്ന് അവർക്കറിയാം. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നത് പോലെ അതൊരു CSK മാജിക് ആണ്. ഇനി ഒരു മെഗാ ഓപ്ഷൻ ആയാലും മിനി ഓപ്ഷൻ ആയാലും അവർക്ക് വേണ്ടി നേരത്തെ കളിച്ചിട്ടുള്ള താരങ്ങളെ ആയിരിക്കും അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി 2025 സീസണിലെ അവരുടെ ആദ്യത്തെ മത്സരത്തിലേക്ക് എത്തുമ്പോൾ രണ്ട് ടീമുകൾക്കും ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാനുണ്ട്. മുംബൈയുടെ കാര്യം പറഞ്ഞാൽ 2020 അത്രയും ഡോമിനേറ്റിംഗ് ആയ ഒരു സീസണിന് ശേഷം പിന്നീട് കിരീടം നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 3 സീസണുകളിൽ രണ്ടിലും 10ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. ഇതിനിടയിൽ തന്നെ ക്യാപ്റ്റൻസി ചേഞ്ചുമായി ബന്ധപ്പെട്ട് കുറേയേറെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. CSKയുടെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് അവരുടെ ഹോം ഗെയിമുകളെല്ലാം ചെപ്പോകൾ കളിച്ച ശേഷവും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാനാവാതെ പോയത്. ഈ കാര്യങ്ങളെല്ലാം തിരുത്തി കുറിക്കാൻ ഉറപ്പിച്ചാണ് മുംബൈ ആയാലും ചെന്നൈ ആയാലും ഈ സീസണിലെ ആദ്യ മത്സരത്തിന് ഒരുങ്ങുന്നത്. ഇത്തവണ അവർ ഏറ്റുമുട്ടുന്നത് CSKയുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിലാണ്. ഇവിടെ ഒരു ചെറിയ കോയിൻസിഡൻസ് ഉണ്ട്. നമ്മൾ മുംബൈയുടെ കാര്യം പറഞ്ഞാൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, മുംബൈ ആദ്യ മത്സരങ്ങൾ ജയിക്കാറില്ല, അതിന് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങാറുള്ളൂ എന്നൊക്കെ ട്രോളുകൾ സ്ഥിരമായി വരാറുമുണ്ട്. മുംബൈ അവസാനമായി സീസണിലെ ആദ്യ മത്സരം ജയിച്ചത് 2012-ലാണ്. ആ മത്സരം നടന്നതാവട്ടെ ചെപ്പോക്കിലും. അതിനുശേഷം പിന്നീട് ആദ്യമായിട്ടാണ് അവർ ഒരു സീസണിലെ ആദ്യ മത്സരം കളിക്കാൻ ചെപ്പോക്കിലെത്തുന്നത്. അങ്ങനെ അവർ ആ 2012-ലെ വിജയത്തിന് ശേഷം പിന്നീട് തുടങ്ങി വെച്ച ആ ഒരു ട്രെൻഡ് അവർക്ക് ഇവിടെ തിരുത്തി കുറിക്കാനാവുമോ? കഴിഞ്ഞ വർഷം പോയിന്റ് ടേബിളിൽ അവസാനം ഫിനിഷ് ചെയ്ത ടീം എന്ന നിലയിൽ അവർക്കൊരു മികച്ച തുടക്കം ഉണ്ടാക്കുന്നത് വളരെയേറെ പ്രാധാന്യമേറിയതാണ്. CSK കഴിഞ്ഞ സീസണിൽ തലനാരിഴയ്ക്കാണ് പ്ലേ ഓഫിന് യോഗ്യത നേടാനാവാതെ പോയത്. RCB-യുമായുള്ള ആ പോരാട്ടം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഇനി നമുക്ക് ടീമുകളുടെ കാര്യത്തിലേക്ക് വരാം. അത് നമുക്ക് ഹോം ടീമിന്റെ കാര്യം തന്നെ നോക്കാം. CSKയുടെ കാര്യം പറഞ്ഞാൽ CSKയുടെ ഹോം റെക്കോർഡ് എന്ന് പറയുന്നത് അത്രയും മികച്ചതാണ്. അതായത് ചെപ്പോക്കിൽ വളരെ ഡോമിനേറ്റിംഗ് ആണ് CSK ചെപ്പോക്കിൽ അത്രയും ഡോമിനേറ്റിംഗ് ആണെങ്കിലും അവിടെ CSKക്കെതിരെ നല്ലൊരു റെക്കോർഡുള്ള ടീമാണ് മുംബൈ ഇന്ത്യൻസ്. അതായത് 5 തവണ ചെപ്പോക്കിൽ ചെന്നൈയെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മികച്ച റെക്കോർഡ് തുടരാനായിരിക്കും മുംബൈയും ആഗ്രഹിക്കുക. ഇനി ടീമിലേക്ക് വന്നാൽ ഒരു സ്പിൻ ഹെവി അറ്റാക്കാണ് CSKയുടേത്. അതായത് സ്പിന്നിനെ തുണയ്ക്കുന്ന ചെപ്പോക്കിന് അനുയോജ്യമായ രീതിയിലാണ് അവർ ടീം ബിൽഡ് ചെയ്തിരിക്കുന്നത്. രവീന്ദ്ര ജഡേജ, കുറെ കാലത്തിന് ശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയ രവിചന്ദ്രൻ അശ്വിൻ, അതുപോലെ ലേലത്തിൽ പൊന്നും വിലയ്ക്ക് സ്വന്തമാക്കിയ നൂർ അഹമ്മദ്. അങ്ങനെ 3 മികച്ച സ്പിന്നേഴ്സാണ് അവർക്കുള്ളത്. ചെപ്പോക്കിലെ പിച്ച് പതിവ് പോലെ സ്പിന്നിനെ തുണക്കുകയാണെങ്കിൽ എതിരാളികളെ വരിഞ്ഞു മുറുക്കാൻ ഇവരുടെ ഈ ഒരു സ്പിൻ അറ്റാക്കിന് കഴിയും. ഇനി നമ്മൾ ബാറ്റിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്റ്റനായ ഗെയ്ക്വാദിനൊപ്പം മിക്കവാറും ഡെവൻ കോൺവേ അല്ലെങ്കിൽ രച്ചിൻ രവീന്ദ്ര ആയിരിക്കും ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രാക്ടീസ് ഒക്കെ നോക്കിയാൽ രച്ചിൻ രവീന്ദ്രയ്ക്കാണ് ചാൻസ് കൂടുതലെന്ന് തോന്നുന്നു. കാരണം രച്ചിനാണ് നെറ്റ്സിൽ കൂടുതൽ ബാറ്റ് ചെയ്തത്. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ രച്ചിനെ വെച്ച് അവർക്ക് തുടങ്ങാം, അല്ലെങ്കിൽ ഡെവൻ കോൺവേ. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഓപ്പണിംഗ് വരുന്നത്. പിന്നീട് ഇവരുടെ ടീമിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദീപക് ഹൂഡയാണോ വിജയ് ശങ്കർ ആണോ ഇറങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷൻ അവർക്കുണ്ട്. ദീപക് ഹൂഡ ഓർ വിജയ് ശങ്കർ ആരായിരിക്കും ആ ഒരു പൊസിഷനിൽ എത്തുക? നമ്പർ 3 എന്തായാലും മിക്കവാറും രാഹുൽ ത്രിപതി തന്നെയായിരിക്കും. നമ്പർ 4-ൽ വിജയ് ശങ്കർ ആയിരിക്കുമോ ദീപക് ഹൂഡ ആയിരിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. നമ്പർ 5-ലേക്ക് വന്നാൽ അവരുടെ ടീമിലെ ഏറ്റവും മികച്ച പവർ ഹിറ്ററായ ശിവം ദുബെ. അതായത് സ്പിന്നേഴ്സിനെ, പ്രത്യേകിച്ച് സ്പിന്നെ തുണയ്ക്കുന്ന ഒരു പിച്ചിൽ സ്പിന്നെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു റോള് ശിവം ദുബൈക്ക് ആയിരിക്കും. നമ്പർ 6-ൽ സാംകറൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2020 വേൾഡ് കപ്പിൽ തൻ്റെ പീക്ക് ഫോമിലായിരുന്നു. അതിനുശേഷം ആ ഒരു പ്രകടനം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ അടുത്ത് നടന്ന IL T20-ൽ പിന്നെയും കുറച്ച് ഭേദപ്പെട്ട പ്രകടനമാണ്. അത്യാവശ്യം ബാറ്റ് കൊണ്ട് അല്പം ഒരു കുറച്ച് അർദ്ധ സെഞ്ചുറികളൊക്കെ നേടിയിട്ട് ആ ഒരു വേഴ്സ് ഫോം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പീക്കിലോട്ട് എത്തിയിട്ടുമില്ല. അതായത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് വന്നിട്ടുണ്ട്, എന്നാലും തൻ്റെ ഒരു പീക്കിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തുമ്പോൾ തൻ്റെ ആ ഒരു പഴയ ഒരു പീക്കിലേക്ക് സാംകറൻ എത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനുശേഷം പിന്നീട് നമുക്കറിയാവുന്ന പോലെ 7-മനായി രവീന്ദ്ര ജഡേജ ആയിരിക്കും. പിന്നീട് 8-മതായി MS ധോണി എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ പ്രിവ്യൂ വീഡിയോ പറഞ്ഞ പോലെ അവസാനം ഒരു 10-15 ബോളുകൾക്കുള്ളിൽ വന്നിട്ട് ഒരു ഷോർട്ട് കമിയോ, ഒരു കുറച്ച് സിക്സറുകളും ബൗണ്ടറികളും ഒക്കെ ആയിട്ട് ഒരു ഷോർട്ട് കമിയോ റോളായിരിക്കും ധോണി ചെയ്യുക. അത് കഴിഞ്ഞ് 9-മതായിട്ട് രവിചന്ദ്രൻ അശ്വിൻ. അപ്പോൾ ആ ഒരു ബാറ്റിംഗ് ഡെപ്ത് ആലോചിച്ച് നോക്കണം. രവിചന്ദ്രൻ അശ്വിനും അത്യാവശ്യം നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾറൗണ്ടറാണ്. അപ്പോൾ നമ്പർ 1 to 9 അവർക്ക് ബാറ്റ് ചെയ്യാൻ ആളുണ്ട്. അതിനുശേഷം നമുക്ക് മദീഷ പതിരാന, നൂർ അഹമ്മദ്, അവരാണ് 2 ഓവർസീസ് ബോളേഴ്സായിട്ട് വരിക. നൂർ അഹമ്മദിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. മദീഷ പതിരാന അവരുടെ ഒരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. പിന്നീട് 12-മനായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഖലീൽ അഹമ്മദ് അല്ലെങ്കിൽ അൻഷുൽ കമ്പോജ്. ഇപ്പോൾ ഖലീൽ അഹമ്മദിന്റെ കാര്യം പറഞ്ഞാൽ DCക്കായിട്ട് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചൊരു പ്ലെയറാണ്. ഇനി അൻഷുൽ കമ്പോജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിംഗ് ഓപ്ഷൻ, നന്നായിട്ട് ബോൾ സ്വിംഗ് ചെയ്യുന്ന, കഴിഞ്ഞ സീസണിൽ മുംബൈക്ക് വേണ്ടി കളിച്ച, ആഭ്യന്തര ക്രിക്കറ്റിൽ അത്യാവശ്യം നല്ല റെക്കോർഡുള്ള ഒരു യുവതാരമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അവർക്ക് വേണ്ടി ബോൾ ചെയ്ത ദീപക് ചഹാറിന്റെ അതുപോലൊരു ബോളറിനെയാണ് അവർ നോക്കുന്നതെങ്കിൽ
നറുക്ക് വീഴുക അൻഷുൽ കമ്പോജിനായിരിക്കും, ഇല്ലെങ്കിൽ ഖലീൽ അഹമ്മദ് ആയിരിക്കും. ഖലീൽ അഹമ്മദിന് ഒരു ലെഫ്റ്റ് ഹാം വെറൈറ്റി ആണ് അവർ നോക്കുന്നതെങ്കിൽ ഖലീൽ അഹമ്മദ് ആയിരിക്കും ടീമിലുണ്ടാവുക. ഇനി മുംബൈയുടെ ടീമിലേക്ക് വന്നാൽ മുംബൈയുടെ ടീമിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂമ്ര ഫിറ്റ് ആയിട്ടില്ല. അപ്പോൾ ബൂമ്ര ഏപ്രിലോടെ ടീമിലെത്തൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു മാച്ച് സസ്പെൻഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ഒരു സ്ലോ ഓവർ റേറ്റിന്റെ ഒരു മത്സരത്തിലെ സസ്പെൻഷൻ ഉണ്ട്. അതുകൊണ്ട് സൂര്യകുമാർ യാദവ് ആയിരിക്കും ടീമിനെ നയിക്കുക. സ്കൈ ഒരു ലീഡർഷിപ്പ് റോളിൽ ആദ്യമല്ല, കാരണം ഇന്ത്യൻ T20 ടീമിന്റെ ക്യാപ്റ്റനാണ് സ്കൈ. അപ്പോൾ സ്കൈ ആയിരിക്കും ടീമിനെ നയിക്കുക. അപ്പോൾ അവരുടെ ടീം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അന്ന് അവരുടെ പ്രിവ്യൂ വീഡിയോ പറഞ്ഞ ടീമുമായിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഓപ്പണിംഗിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ, അതുപോലെ റയാൻ റിക്കിൾട്ടൺ അല്ലെങ്കിൽ വിൽ ജാക്സ്, പിന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ആണ് അവർ നോക്കുന്നതെങ്കിൽ റിക്കിൾട്ടൺ ആയിരിക്കും ഇറങ്ങുക. ഇനിയല്ല അവർക്കൊരു ബോളിംഗ് ഓപ്ഷൻ, അതായത് ഒരു പാർട്ട് ടൈം ഓപ്ഷനോടെ വേണമെങ്കിൽ വിൽ ജാക്സിനെ യൂസ് ചെയ്യാം. റീസെന്റ് ഫോം വെച്ച് റിക്കിൾട്ടൺ ആണ് ഒന്നുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ പിന്നീട് നമുക്കറിയാം അവരുടെ മിഡിൽ ഓർഡർ തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്. ഇത്തവണ ഹാർദിക് പാണ്ഡ്യ ഇല്ല. ഹാർദിക് പാണ്ഡ്യ ഞാൻ പറഞ്ഞ പോലെ ഒരു മത്സരം ഇല്ല. അതുകൊണ്ട് നമാൻധർ, റോബിൻ മിൻസ്. പിന്നെ അവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓവർസീസ് ഓപ്ഷനേ ഉള്ളൂ. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് അവർക്കില്ല. നമ്മൾ അവരുടെ പ്രിവ്യൂ വീഡിയോ പറഞ്ഞു ബാക്കപ്പ് ഇത്തിരി പ്രശ്നമുള്ള ഇതാണ്. കാരണം ഒരു പ്ലെയിൻ ടോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്, പക്ഷെ ബാക്കപ്പ് അത്രയില്ല, കുറച്ച് തിന്നാണ്. അപ്പോൾ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കോർബിൻ ബോഷ്, അത് നമ്മൾ പറഞ്ഞു, അവർ SI T20 നമ്മുടെ MI കേപ്പ് ടൗണിന് വേണ്ടി കളിക്കുന്ന പ്ലെയർ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല പ്ലെയർ ആണ്. അപ്പോൾ കോർബിൻ ബോഷിനെ വെച്ചിട്ട് അവർക്ക് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് കൊണ്ടുവരാം. ഇവരുടെ ഒരു സ്ട്രോങ് ഇന്ത്യൻ കോർ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഓവർസീസ് ഓപ്ഷൻസ് ഫ്ലെക്സിബിൾ ആണ്. അവർക്ക് അങ്ങനെ മാറ്റി കൊണ്ടുവന്നാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം കോർബിൻ ബോഷിനെ കൊണ്ടുവരാം. അതുപോലെ മിച്ചൽ സാന്നർ നേരത്തെ ചെന്നൈക്ക് വേണ്ടി കളിച്ച താരമാണ്, ഇത്തവണ മുംബൈക്ക് വേണ്ടി ഇറങ്ങുന്നു. ചെപ്പോക്ക് സാന്നർക്ക് പരിചിതമാണ്, നല്ല ഫോമിലുള്ള താരവുമാണ്. അതുപോലെ ദീപക് ചഹാറും CSKയ്ക്ക് വേണ്ടി കളിച്ച പ്ലെയർ ആണ്. CSK വന്ന പ്ലെയർ ആണ്. ഇപ്പോൾ ദീപക് ചഹാർ ആയാലും മിക്സ് സാന്നർ ആയാലും ദീപക് ചഹാറിന് നല്ല പരിചിതമായ കണ്ടീഷൻസ് ആണ്. അപ്പോൾ ദീപക് ചഹാറും പിന്നീട് ട്രെന്റ് ബോൾട്ട്, പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉള്ള പ്ലെയർ ആണ് ട്രെന്റ് ബോൾട്ട്. അപ്പോൾ അവരായിരിക്കും ഒരു കോമ്പിനേഷൻ വരിക. അതുപോലെ പിന്നീട് നമ്മുടെ ബൂമ്ര ഇല്ലാത്തതുകൊണ്ട് ഒരു ഓപ്ഷനായിട്ട് സത്യനാരായണ രാജു എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. സത്യനാരായണ രാജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് പ്രീമിയർ ലീഗിൽ കൂടുതലും ഡെത്ത് ഓവേഴ്സ് ഒക്കെ അവരുടെ ടീമിന് വേണ്ടി എറിഞ്ഞൊരു യങ് ടാലന്റ് ആണ്. അപ്പോൾ സത്യനാരായണ രാജു ആയിരിക്കും വരിക. ഇനി അർജുൻ ടെണ്ടുൽക്കറിനെ വെച്ച് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അർജുൻ ടെണ്ടുൽക്കർ കഴിഞ്ഞ സീസണിൽ കുറച്ച് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അർജുൻ ടെണ്ടുൽക്കറിനെ വെച്ച് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നമുക്കറിയാം ചെപ്പോക്ക് സ്പിന്നെ തുണയ്ക്കുന്ന പിച്ചാണെങ്കിൽ ഇവർക്ക് ഒന്ന് മിച്ചൽ സാന്നർ ഉണ്ട്, പിന്നീട് വേണമെങ്കിൽ മുജീബിനെ അവർക്ക് ട്രൈ ചെയ്യാം. അതുപോലെ കരൺ ശർമ്മ ടീമിൽ ഇന്ന് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം പ്രത്യേകിച്ച് സ്പിന്നെ തുടങ്ങുന്ന ഒരു പിച്ച് കൂടി ആകുമ്പോൾ കരൺ ശർമ്മ അതുപോലെ സ്പെഷ്യൽ സ്പിന്നറിനെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി മറ്റൊരു സ്പിൻ ഓപ്ഷനായി മുജീബിനെ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ഇപ്പോൾ ടീമിൽ ചെറിയൊരു ഇഷ്യൂ വരും. കാരണം എന്ന് വെച്ചാൽ ഹാർദിക് പാണ്ഡ്യ ഉണ്ടെങ്കിൽ ആ പ്രശ്നം വരില്ല. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു ലൈക്ക് ഫോർ ലൈക്ക് പോലെ കോർബിൻ ബോഷിനെ കൊണ്ടുവന്നാൽ മുജീബിനെ കൊണ്ടുവരാൻ പാടായിരിക്കും. കാരണം ഓൾറെഡി റിക്കിൾട്ടൺ, ബോൾട്ട്, സാന്നർ ഉണ്ട്. അപ്പം പിന്നെ കോർബിൻ ബോഷോ അല്ലെങ്കിൽ മുജീബ് പറ്റുള്ളൂ. അപ്പോൾ അവർ ഒരു സ്പിൻ ഹെവി അറ്റാക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ കോർബിൻ ബോഷിന് വരെ മുജീബിനെ കൊണ്ടുവരാം. അല്ലെങ്കിൽ കോർബിൻ ബോഷ് തന്നെ ആയിട്ട് അവർക്ക് കരൺ ശർമ്മയെ വെച്ചിട്ട് രണ്ട് സ്പിന്നറിനെ ആക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു പ്ലേയിങ് 11. ഇവരുടെ ആ ഒരു കോമ്പിനേഷന് സ്ട്രൈക്ക് ഒരു ഹിറ്റ് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഹാർദിക് പാണ്ഡ്യയുടെ 1 മാച്ച് ബാനും പിന്നീട് ജസ്പ്രീത് ബുംറയുടെ പരിക്കുമാണ്. ബാക്കപ്പ് കുറച്ച് തിന്നായതുകൊണ്ട് തന്നെ അത് ചെറിയൊരു പ്രശ്നമാണ്. ഇനി MIൽ നിന്ന് പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് ഒരു മോശം ഫോം, ഒരു ലീൻ പാച്ചിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഒരു കഴിഞ്ഞ 9 ഇന്നിങ്സുകളിൽ നിന്ന് ഒരു 50 പോലും അടിക്കാൻ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞില്ല. അപ്പോൾ ആ ഒരു കാലിബർ ഉള്ള പ്ലെയറിനെ സംബന്ധിച്ച് അതൊരു ലോ ആണ്. അപ്പോൾ സൂര്യകുമാർ യാദവ്, അത് മാത്രമല്ല ലാസ്റ്റ് സ്കൈ ചെപ്പോക്കിൽ കളിച്ച സമയത്ത് രവീന്ദ്ര ജഡേജയൊക്കെ ഫേസ് ചെയ്യാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. അതായത് സ്പിൻ അറ്റാക്ക് കൊണ്ട് സ്കൈയെ ഒരുവിധം വരഞ്ഞു കെട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു ഷാക്കിൾസ് ബ്രേക്ക് ചെയ്യാൻ സൂര്യകുമാർ യാദവിനാകുമോ എന്ന് നമുക്കിന്ന് കണ്ടറിയാം. ഇനി ചെന്നൈയുടെ കാര്യം പറഞ്ഞാൽ നൂർ അഹമ്മദ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്. അതായത് പിച്ച് സ്പിന്നെ തുണയ്ക്കുമെങ്കിൽ ഭയങ്കര ലീതലായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ CPL ആയാലും CPL മാൻ ഓഫ് ദ ടൂർണമെന്റ് ആയിരുന്നു. അപ്പോൾ സ്പിന്നെ തുണയ്ക്കുന്ന പിച്ച് വന്നപ്പോൾ റീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടിയത് ബാറ്റേഴ്സ് നൂർ അഹമ്മദിനെ. അതുപോലെ നമ്മുടെ SI T20 അത്യാവശ്യം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് നൂർ അഹമ്മദ്. അപ്പോൾ നൂർ അഹമ്മദ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ് നമ്മുടെ CSK സെറ്റപ്പിനെ സംബന്ധിച്ച്. അപ്പോൾ അവരുടെ ആ ഒരു 2 പേരാണ്. പിന്നെ തിലക് വർമ്മയുണ്ട്, തിലക് വർമ്മ ഫോമിലാണ്. ഇനി ദീപക് ചഹർ കാരണം ചെന്നൈ പിച്ച് പരിചിതമായ ഒരു പ്ലെയർ എന്ന നിലയ്ക്ക് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ദീപക് ചഹർ പെർഫോം ചെയ്യുക എന്നുള്ളത് ഞാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു മൗത്ത് വാട്ടറിംഗ് ക്ലാഷ് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ചെപ്പോക്കിലെ പിച്ച് പതിവ് പോലെ സ്പിന്നിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ CSKയ്ക്ക് ഒരു ചെറിയ മുൻതൂക്കമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്പിൻ ബൗളേഴ്സ് എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ബൗളേഴ്സ് ആണ്. നമുക്കറിയാം അശ്വിൻ, ജഡേജ, നൂർ അഹമ്മദ്. ആ ഒരു സ്പിൻ അറ്റാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുംബൈക്ക് വരുമ്പോൾ സാന്നർ ഓഫ് കോഴ്സ് വേൾഡ് ക്ലാസ് ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ബാക്കി ഒരു സ്പിന്നറില്ല. ഇനി നമുക്ക് മുജീബ് ഉണ്ടെങ്കിൽ നമുക്ക് കോർബിൻ ബോഷിനെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു ലൈക്ക് ഫോർ ലൈക്ക് വരില്ല.
പിന്നുള്ളത് കരൺ ശർമ്മയാണ്. ഇപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലുള്ള CSK സൈഡിലുള്ള സ്പിന്നേഴ്സിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ് അത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരിക്കും ഡ്യൂ കഴിഞ്ഞ സീസണിലായാലും TNPL-ലായാലും ഡ്യൂ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരുന്നു ചെപ്പോക്കിൽ. പക്ഷേ ഈ സീസണിൽ പുതിയൊരു റൂൾ വന്നിട്ടുണ്ട്. അതായത് 11ാമത്തെ ഓവറിന് ശേഷം സെക്കൻഡ് ഇന്നിങ്സിൽ വെറ്റ് ബോൾ ആണെങ്കിൽ അത് മാറ്റി വേറൊരു ബോൾ എടുക്കാം എന്നുള്ളൊരു റൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പം ഈ ഒരു ഡ്യൂവിൻ്റെ ആ ഒരു ഫാക്ടറിനെ കുറേയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പിന്നീട് പിച്ച് ഞാനിപ്പോൾ പലവട്ടം പറഞ്ഞു സ്പിന്നിനെ അനുകൂലിക്കുന്ന പിച്ചാണ് ചെപ്പോക്കിലെ എന്ന് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ 1-2 സീസണുകളായി അല്പം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അതായത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജ്മെൻറ്റ് വരെ തന്നെ പറഞ്ഞു, അതായത് പഴയ ചെപ്പോക്ക് പിച്ച് അല്ല ഇപ്പോഴത്തെ ചെപ്പോക്ക് പിച്ച്, അതിന് പിച്ചിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ അവർ നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ അതുപോലെ സ്പിന്നിനെ തുണയ്ക്കാത്ത, അതായത് സ്പിന്നിന് അധികം ഹെൽപ്പ് കിട്ടാത്ത പിച്ചായി കഴിഞ്ഞാൽ അവിടെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർ ടീമിൽ നല്ല ഹാർഡ് ഹിറ്റിംഗ് പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ഒരു സ്പിന്നിലൂടെ അവരെ ആ ഒരു മിഡിൽ ഫേസിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ തിലക് വർമ്മ നല്ല ഫോമിലുള്ള പ്ലെയറാണ്. സ്കൈയുടെ ഫോമിലെത്തിയാൽ നമുക്കറിയാം ആ ഒരു മിഡിൽ ഓവേഴ്സ് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചാണെങ്കിൽ CSKക്ക് ചെറിയൊരു മുൻതൂക്കമുണ്ട്. ഓഫ് കോഴ്സ് മുൻതൂക്കമുണ്ട്, കാരണം ആ പ്ലേയിങ് ലെവലിലുള്ള പ്ലേയേഴ്സ് തന്നെയാണ് അതിന് കാരണം. പിന്നെ ഒരു ബൂംറ ഇല്ലാത്തത് വളരെ ഒരു തിരിച്ചടിയാണ് നമ്മുടെ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച്. ഹാർദിക് പാണ്ഡ്യയും ഒരു ഓപ്പണിംഗ് ബോളിംഗ് ചെയ്യാനും അതുപോലെ ഇന്നിങ്സ് ഫിനിഷ് ചെയ്യാനും മിഡിൽ ഓവേഴ്സിൽ വേണമെങ്കിൽ ആങ്കർ ചെയ്യാനും കേബിൾ ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടറായിട്ട് ഹാർദിക് പാണ്ഡ്യ മാറിക്കഴിഞ്ഞു. അപ്പം ആ 2 പ്ലേയേഴ്സിൻ്റെ അസാന്നിധ്യം എന്തായാലും അവരെ ഇമ്പാക്റ്റ് ചെയ്യും. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എന്തായാലും ഒരു മൗത്ത് വാട്ടറിംഗ് ക്ലാഷ് തന്നെ ആയിരിക്കും അത്. ഒരു മികച്ച മത്സരം തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ന് ആരായിരിക്കും ജയിക്കുക? 2012-ന് ശേഷം ആദ്യമായി സീസണിലെ ആദ്യ മത്സരം മുംബൈ ജയിക്കുമോ? അതോ ചെപ്പോക്കിൽ CSK കോട്ട കാക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.